ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2336. ഇന്ന് മെയ് മാസം 24-ാം തീയതി 144-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് പെന്തക്കോസ്ത് പെരുന്നാളാണ്. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിനെ തുടർന്നുള്ള 50-ാം ദിനമാണ്. സ്വർഗാരോഹണ പെരുന്നാൾ മുതൽ കാത്തിരിപ്പിന്റെ 10 ദിനങ്ങളുടെ സമാപനവുമാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് തന്റെ സ്വർഗാരോഹണ നേരത്തെ യേശു പറയുന്നുണ്ട്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോൾ നഗരത്തിൽ തന്നെ പാർപ്പിക്കും. പെന്തക്കോസ്ത് പെരുന്നാളിൽ സഭ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. ഒരു പുതിയ തുടക്കമാണ്. ലൂക്കോസിന്റെ തന്നെ സുവിശേഷം 11-ാം അധ്യായത്തില് ക്രിസ്തുയേശു ഇങ്ങനെ പഠിപ്പിച്ചും പറഞ്ഞും പോകുന്നുണ്ട്. യാചിപ്പിൻ കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. അപ്പം ചോദിച്ചാൽ ആരെങ്കിലും കല്ല് കൊടുക്കുമോ? മീനെ ചോദിച്ചാൽ ആരെങ്കിലും പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ ആരെങ്കിലും തേളിനെ കൊടുക്കുമോ? എന്നൊക്കെ ഇങ്ങനെ കാര്യമായി പഠിപ്പിച്ചു വരുന്നതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കരുതി വെക്കാൻ ആഗ്രഹിക്കുന്നുവല്ലോ. ഭൂമിയിലെ സകല അപ്പനമ്മമാർക്കും തങ്ങളുടെ മക്കൾക്കൊക്കെ എന്തെങ്കിലും നല്ലത് കരുതി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സ്വർഗസ്ഥനായ നല്ല അപ്പൻ, സ്വർഗത്തിലെ നല്ല അപ്പൻ തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകുമെന്നാണ്. പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്കൊക്കെ സമൃദ്ധിയായിട്ട് കിട്ടുമെന്നാണ് ക്രിസ്തുയേശു ഓർമ്മപ്പെടുത്തുന്നത്. നിർഭാഗ്യവശാൽ നമ്മളാരും പരിശുദ്ധാത്മാവിനെ അങ്ങനെ ചോദിക്കാറില്ല. ചോദിക്കാനായിട്ട് 100-ലധികം കാര്യങ്ങൾ, ആവശ്യങ്ങൾ, ആവലാതികൾ, അത്യാഗ്രഹങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു ഇരിക്കുമ്പോൾ അതിനുമപ്പുറത്ത് എന്താ ഈ പരിശുദ്ധാത്മാവ്? അതിനെ ചോദിച്ചാൽ അങ്ങനെ ഒരു ആവശ്യബോധമേ ഉയരുന്നില്ല. എത്ര സമൃദ്ധിയായിട്ട് തരുമെന്ന്. ഇപ്പൊ ചോദിച്ചാൽ മാത്രം കിട്ടുന്നൊരു കാര്യമായിട്ട് കൂടി നമുക്കതിനെ ഒന്ന് ഞെട്ടലോടെ വ്യാഖ്യാനിക്കേണ്ടി വരും. ചോദിച്ചു തുടങ്ങാം നമുക്ക് ഈ ആത്മാവിനെ. കുറെ കൂടി ഒരു പ്രകാശം ഉണ്ടാവട്ടെ. അന്ന് മാളിക മുകളിലെ മുറിയിൽ ശിഷ്യന്മാരുടെ കാത്തിരിപ്പിന്റെ ദിനത്തിന്റെ അന്ത്യത്തിൽ സംഭവിച്ചെന്താണ്? ഇടിമുഴക്കം പോലൊരു ശബ്ദം ഉണ്ടാകുന്നു. പിളർന്ന നാവുകളോടുകൂടി അഗ്നിനാവുകൾ അവരുടെ മീതെ ഇറങ്ങി വരുന്നു. അവർ സംസാരിച്ചതെല്ലാം എല്ലാവർക്കും വളരെ വ്യക്തമായി പിടുത്തം കിട്ടുന്നു. ഒരു ഞെട്ടലാണ് ആദ്യം, ഒരു ഉണർവാണ്. അലസതയിൽ നിന്ന്, നമ്മളുടെ എല്ലാ അശ്രദ്ധകളിൽ നിന്ന്, നമ്മളുടെ മയക്കത്തിൽ നിന്നൊരു ഉണർവുണ്ടാവട്ടെ. അവിടെ നിന്ന് അഗ്നി ഒരു ജ്ഞാനമാണ് കേട്ടോ, ഒരു വിസ്ഡത്തിലേക്ക് എത്താനായിട്ട്, കുറെ കൂടി പ്രകാശത്തിലേക്ക് എത്താനായിട്ട്. അവിടെ നിന്ന് നമുക്ക് പരസ്പരം ഒന്നും കൂടി ഒന്ന് തിരിച്ചറിഞ്ഞ കരങ്ങൾ ചേർത്തും കോർത്തും പിടിക്കാനായിട്ട്, ഹൃദയങ്ങൾ തമ്മിൽ കുറെ കൂടി ഒരു ഇഴയെടുപ്പ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ നല്ല പെരുന്നാൾ ദിനം ഓരോരുത്തർക്കും സാധിക്കട്ടെ. അത് സഭയ്ക്ക്, സമൂഹത്തിന്, ദേശത്തിന്, രാജ്യത്തിന്, ലോകത്തിന്, പ്രകൃതിക്ക്, സകല ജീവജാലങ്ങൾക്കും ഉതകുമാറ് നമുക്ക് രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ. ആമേൻ.